ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുവാണോ? ഇന്ന് പണിമുടക്കൊക്കെ അല്ലേ, എല്ലാവരും വീട്ടിലൊക്കെ കാണുമല്ലോ അല്ലേ. പിന്നെ എനിക്ക് നല്ല വിശേഷമൊക്കെ തന്നെ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഭയങ്കര കൈക്കെല്ലാം വേദനയായിരുന്നു. വലത് കൈ മൊത്തം ഇങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. എന്താണെന്നറിയത്തില്ലായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു വെയിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടത്രേ. അപ്പം ഒരു 4 മാസത്തേക്കുള്ള വൈറ്റമിൻ ഡിയുടെ സിറപ്പ് തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഇത്രയേ ഉള്ളൊരു ബോട്ടിലാണ്. മാസത്തിലൊന്ന് അത് കുടിക്കണം. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കൈയുടെ വേദനയൊക്കെ കുറേ വ്യത്യാസം വന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു നിങ്ങളോട് ആ കാര്യം ഒന്ന് പറയാമെന്ന്. കാരണം 40-45 വയസ്സ് വരെ നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, എൻ്റെ കാര്യത്തിൽ അതാണ്. 45 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന്, ഇപ്പം എൻ്റെ പ്രായം അറിയാലോ, 45 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ എല്ലിൻ്റെയൊക്കെ ബലം, കാൽസ്യമൊക്കെ കുറഞ്ഞിട്ട് എല്ലിൻ്റെയൊക്കെ ബലം എല്ലാം കുറയും. അപ്പം നമ്മൾ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ കുറേ സംരക്ഷിക്കാനായിട്ടുണ്ട്. കുറച്ച് സമയം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കായിട്ട് മാറ്റി വെക്കണം. രാവിലെ അരമണിക്കൂറെങ്കിലും നമ്മൾ എക്സസൈസൊക്കെ ചെയ്യണം. നടക്കാൻ പോകണമെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ കാൽസ്യം ഉണ്ടാകുന്ന ഇത് പാലൊക്കെ ഒത്തിരി കുടിച്ചാൽ ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടുമായിരിക്കും. അതല്ലാതെയുള്ള ആഹാരങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കണം. പിന്നെ ഷുഗർ, കൊളസ്ട്രോള്, തൈറോയിഡ് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പ്രായത്തിൻ്റെ കൊണ്ടൊന്നുമല്ല, അല്ലാതെയും അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ജീവിതം ഉള്ള സമയം ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ നിമിഷങ്ങൾ ഒന്നും പിന്നീട് കിട്ടത്തില്ലല്ലോ. അപ്പം കിട്ടുന്ന നിമിഷങ്ങളെ നമ്മൾ ഹാപ്പിയാക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് പ്രധാനം. പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷെ നമ്മൾ ആരോഗ്യവും ആയുസ്സും ഉള്ള സമയത്ത് കുറച്ചൊക്കെ സേവ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടാതെ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. പക്ഷേ കാര്യമൊക്കെ ശരിയാണ്. എന്നാലും നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ തന്നെയാണ് പ്രധാനം. പൈസ ഉണ്ടെങ്കിൽ സ്നേഹവും വരും. സ്നേഹം കൊണ്ട് മാത്രം ജീവിതം ഹാപ്പി ആകത്തില്ല, പൈസയും വേണം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.